വിനീത് ഗംഗ വിവാഹ ദിവസമാണ് ഇന്ന്. വിനീത് കല്യാണത്തിന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വിനീതിൻ്റെ അമ്മ സ്വന്തം ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി നിൽക്കുകയാണ്. അങ്ങനെ അമ്മ മാത്രമായിട്ട് മരിക്കേണ്ട, ഞാനും കൂടെ മരിക്കാം എന്ന് പറഞ്ഞ് വിനീതും സ്വന്തം ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ നാടകം കഴിയുന്നതോടുകൂടി വിനീതിനെ അമ്മയും പെങ്ങളും കൂടി ഒരു മുറിയിൽ പൂട്ടിയിടും. ഇപ്പോൾ വിനീത് പുറത്തിറങ്ങാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയാണ്. വിനീതിനെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് കല്യാണ വീട്ടിലും അറിഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെ വിനീതിനെ രക്ഷിക്കും എന്നുള്ള ആലോചനയിലാണ് നിൽക്കുന്നത്. ഇതുവരെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. ഇനി ഇന്നത്തെ എപ്പിസോഡിലെ കഥ അറിയുന്നതിന് മുൻപ് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ വിനീതും അമ്മയും ആത്മസന്തോഷത്തിലാണ്. കാരണം വിവാഹം മുടങ്ങിയല്ലോ. റൂമിൽ കിടന്ന് അവൻ വിളിച്ചു പറയുന്നുണ്ട്, അമ്മയെ എന്നെ ഒന്ന് പുറത്തേക്ക് വിടൂ, ഗംഗ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞ് വിളിച്ചു പോകുന്നുണ്ട്. പക്ഷെ പുറത്തിരിക്കുന്ന ഈ രണ്ടാൾക്കും മനസ്സലിവൊന്നും തോന്നുന്നില്ല. അങ്ങനെ പെങ്ങൾ പറയണം, അമ്മ ഇവ ഇങ്ങനെ വിളിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അത് കേട്ട് വന്ന് പോലീസിന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങും. അതുകൊണ്ട് അമ്മ വേറെ എന്തെങ്കിലും ഒരു അടവ് കൂടി പ്രയോഗിച്ചിട്ട് അവനെ ഒന്ന് ഒതുക്കിയേ പറ്റൂ. അത് ശരിയാണെന്ന് അമ്മയ്ക്കും തോന്നി. അപ്പോൾ അമ്മ പറഞ്ഞു, ശരി, നിന്നെ ഞാൻ തുറന്നു വിടാം, പക്ഷേ എൻ്റെ ശവത്തിൽ ചവിട്ടിയേ നീയും നിൻ്റെ ഭാര്യയും ഈ വീട്ടിലോട്ട് കയറുകയുള്ളൂ. ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യും എന്ന് ഭീഷണി മുഴക്കി നിൽക്കുകയാണ്. അപ്പോൾ ആകെ ധർമ്മസങ്കടത്തിലായിട്ട് വിനീത് അവിടെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതേ സമയം വിനീതിനെ പൂട്ടിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. വിനീതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാവേരിയും നിവിനും കൂടിയിട്ട് വരികയാണ്. അപ്പോൾ ഏത് റൂമിലാണ് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് അറിയുന്നില്ല. അങ്ങനെ ഒരു ഊഹം വെച്ച് അവരൊരു റൂമിൽ കയറി നോക്കാൻ വേണ്ടി ചുറ്റുഭാഗത്തു നിന്ന് ഒരു ഏണിയൊക്കെ എടുത്തു കൊടുന്ന് അതിലൂടെ കാവേരി മെല്ലെ കയറി നോക്കുമ്പോൾ വിനീത് അവിടെ ഇരിക്കുന്നത് കാണാം. വിനീതേട്ട എന്ന് വിളിക്കും. അപ്പോൾ ഇവൻ മുകളിലോട്ട് നോക്കും. അങ്ങനെ കിണറിൻ്റെ മീതുണ്ടായിരുന്ന കപ്പിയും കയറും, അതിൽ കയറ് ഊരിയെടുത്ത് ഇവർ നിവിനും കാവേരിയും റൂമിൻ്റെ ഉള്ളിലോട്ട് കയറും. എന്നിട്ട് പറയും, നീ വാ, വേഗം വാ, രക്ഷപ്പെടാൻ നോക്ക്, നമുക്ക് നിന്നെ കാത്ത് അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ട് എന്ന് നിവിനും കാവേരിയും കൂടി പറയും. പറ്റില്ല നിവിൻ, എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്തെങ്കിലും ചെയ്യും, അതുകൊണ്ട് എനിക്കിനി വരാൻ പറ്റില്ല. പക്ഷേ എന്നെ അന്വേഷിച്ചു വന്നാൽ നിങ്ങളോട് എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നിവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. കാരണം ഒരു തവണയല്ല, 2 തവണയല്ല, 3ാമത്തെ തവണയാണ് ഗംഗയുടെ വിവാഹം മുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നിവിൻ വിനീതിൻ്റെ കോളറിന് പിടിച്ചിട്ട് പറയും, നീ എന്താണ് ഈ പറയുന്നത്? എത്രാമത്തെ തവണയാണ് ഇത് സംഭവിക്കുന്നത്? ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നീ കല്യാണത്തിന് വന്നേ പറ്റൂ എന്ന് പറയും. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ വിനീതേട്ടൻ്റെ പ്രശ്നം എന്ന് ചോദിക്കും കാവേരി. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ നിന്ന് വന്നത് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ അപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യും. പക്ഷേ എനിക്ക് ഗംഗയെ ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. ഓ, അതാണല്ലേ പ്രശ്നം, അതിനൊരു വഴിയുണ്ട് എന്ന് പറയും. എന്തു വഴി? അതായത് വിനീത് ചേട്ടൻ ഇവിടെ നിന്ന് പോയത് അമ്മായി അറിയാനും പാടില്ല, പക്ഷേ വിനീതേട്ടന് കല്യാണവും കഴിക്കണം. അതിനൊരു വഴിയുണ്ട്. എന്താ വഴി? നിവിനെ വിനീതിൻ്റെ വേഷം ധരിപ്പിച്ച് ആ റൂമിൽ ഇരുത്തുക. നിവിൻ്റെ ഡ്രസ്സിട്ട് വിനീത് കല്യാണ മണ്ഡപത്തിലോട്ട് വരിക. അതാണ് ഒരു നല്ല വഴി. പക്ഷേ ഈ അമ്മയും പെങ്ങളും സുജാതയും ഗീതയും വാതിലിൻ്റെ താക്കോലിടുന്ന ദ്വാരത്തിലൂടെയാണ് മകൻ അവിടെ അകത്ത് ഇരിപ്പുണ്ടോ എന്ന് നോക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്ലേ കുഴപ്പമില്ല. അങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ വിനീതിൻ്റെ വേഷമിട്ട് നിവിനും നിവിൻ്റെ വേഷമിട്ട് വിനീതും അവിടെ നിന്ന് കിടക്കും. ഇതേ സമയം നമ്മുടെ അമ്പലത്തിൽ ഇരിക്കുന്ന ഗംഗയാണ് കാണിക്കുന്നത്. ഗംഗ എല്ലാവരും പറഞ്ഞ കുത്തുവാക്കുകളൊക്കെ ആലോചിക്കുകയാണ്. ഇനി താൻ കാരണം തൻ്റെ അനിയത്തിമാരുടെ ഭാവി കൂടി നശിക്കുമോ എന്ന് ഭയത്തിൽ ഗംഗ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷെ ഗംഗ പോയത് ആരോട്ടും അറിയുന്നുമില്ല. അങ്ങനെ എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ വളരെ വിഷമിച്ചിട്ടിരിക്കുകയാണ്. 3ാമത്തെ വിവാഹം കൂടി മുടങ്ങും എന്നുള്ള സ്ഥിതിയാണ്. ശാരദ ആകെ തളർന്ന് ശാരദയുടെ മക്കൾ ശാരദനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അമ്മ കൂടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖത്തോടുകൂടി ഇരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ജയബാലൻ വന്ന്
പരിഹസിക്കുന്നുമുണ്ട്. അങ്ങനെയൊക്കെയാണ് കഥകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ഒരു വണ്ടി പോണ ശബ്ദം നമ്മുടെ ഗീത കേൾക്കും. അതായത് നിവിൻ്റെ വണ്ടി എടുത്ത് വിനീതും കാവേരിയും കൂടി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി പോണ ശബ്ദം കേൾക്കുമ്പോൾ ഗീതയ്ക്കൊരു സംശയം തോന്നി. ഗീത വീടിന് ചുറ്റും നടന്നു നോക്കും. അപ്പോൾ വീടിന് ചുറ്റും നടന്നു നോക്കുമ്പോൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഒരു വണ്ടി പോകുന്നത് മാത്രം കാണും. അത് നിവിൻ്റെ വണ്ടിയാണോ എന്നൊരു സംശയം തോന്നി. ഗീത വന്ന് സുജാതയോട് പറയും, അമ്മ ഒരു വണ്ടി പോണത് കണ്ടു, നമുക്കൊന്ന് നോക്കി നോക്കാം അവൻ അവിടെ തന്നെ ഉണ്ടോയെന്ന്. അങ്ങനെ അവർ വീണ്ടും കീ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ വിനീതിനെ കാണും. വിനീതല്ല, നിവിനെ കാണും. വിനീതിൻ്റെ വേഷം ഇട്ടിട്ടാണ് നിവിൻ ഇരിക്കുന്നത്. ചുമരിനോട്ട് തിരിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ വിനീതിൻ്റെ ബാക്ക് മാത്രമേ കാണുന്നുള്ളൂ. അവർ വിനീതാണെന്ന് ഉറപ്പിക്കും. അങ്ങനെ അവർ സമാധാനിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കാവേരിയും വിനീതും കൂടിയിട്ട് കല്യാണ മണ്ഡപത്തിലോട്ട് പോവുകയാണ്. ഇതേ സമയം ഗംഗ പോയത് അമ്പലത്തിൻ്റെ അവിടെയുള്ള അറിയുന്നു. നിള പറയും, അമ്മ ചേച്ചീനെ കാണുന്നില്ല, ചേച്ചി എങ്ങോട്ടാണ് പോയതെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നതോടുകൂടി ശാരദ ആകെ കരച്ചിലും പിഴിച്ചിലായി. ഉറക്കെ അലമുറയിട്ട് കരയാനൊക്കെ തുടങ്ങും. കൂട്ടത്തിലൊരു കാര്യം കൂടി പറയും, ഞാൻ എൻ്റെ ഇടവും വലവും എൻ്റെ 4 മക്കളുമായിട്ടാണ് ഞാൻ ഈ അമ്പലത്തിലോട്ട് കയറി വന്നത്. അതേപോലെ തന്നെ എനിക്ക് തിരിച്ചു പോകണം. ഇല്ലെങ്കിൽ, അങ്ങനെ തിരിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ജീവനോടെ ഇരിക്കില്ല. അത് കേട്ടോടുകൂടി നിളയ്ക്കാകെ വിഷമാവും. നിള അമ്മയെ കെട്ടിപ്പിടിക്കും. അമ്മ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നിള അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഗംഗ ഒരു കരിങ്കൽ ക്വാറിയിലോട്ട് എത്തുകയാണ്. സ്വയം ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തോടു കൂടിയാണ് ഗംഗ ആ കരിങ്കൽ ക്വാറിയിലോട്ട് എത്തിയിട്ടുള്ളത്. എന്നിട്ട് ഗംഗ ആലോചിക്കുകയാണ്. അവിടെ നിന്നിട്ട് അച്ഛനെക്കുറിച്ചിട്ടും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചിട്ടും മുൻപ് വന്ന വിവാഹാലോചനകളെക്കുറിച്ചിട്ടും എല്ലാം ആലോചിച്ച് കരിങ്കൽ ക്വാറിയിലോട്ട് ചാടാൻ നിൽക്കുന്ന ഗംഗയായിട്ടാണ് ഇന്നത്തെ സീൻ അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങളും സീരിയൽ കഥകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.